ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരളത്തിൽ ഇടതുമുന്നണി ബഹുദൂരം മുന്നിലായി കഴിഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ഇടതുമുന്നണി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വളരെ നേരത്തെ തന്നെ കൃത്യമായ തയ്യാറെടുപ്പോടെ ഇടതുമുന്നണി ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതിൽ പ്രത്യേകിച്ചും സിറ്റിംഗ് എംപിമാർക്കെല്ലാം വീണ്ടും ഒരു തവണ കൂടി അവസരം നൽകിക്കൊണ്ട് ഇടതുമുന്നണി കൃത്യമായ സീറ്റ് വിഭജനം നടത്തിയതിന് പിന്നിൽ വ്യക്തവും സ്പഷ്ടവുമായ രാഷ്ട്രീയ ബോധമുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പരമാവധി ജനപ്രതിനിധികളെ ലോക്സഭയിലേക്ക് എത്തിക്കണം എന്നുള്ള CPM-ന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായി തന്നെ ആണ് അവർ വളരെ കൃത്യമായ അച്ചടക്കത്തോടെയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോയത്. ജനതാദളിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സീറ്റ് വിഭജനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ ഇടതുമുന്നണി വളരെ കൈയടക്കത്തോടെ കൈകാര്യം ചെയ്ത് അവരെ അനുനയിപ്പിക്കുന്നതിലും ഇടതുമുന്നണിയും CPM-ഉം വിജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത്തരം എതിർപ്പുകൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. 16 സീറ്റിൽ CPM-ഉം 4 സീറ്റുകളിൽ CPI-യും കേരളത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി മാറ്റുരയ്ക്കുന്നു. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇത്ര വ്യക്തവും സ്പഷ്ടവുമായ ഒരു രാഷ്ട്രീയ കരുനീക്കത്തിലൂടെ തർക്കങ്ങളൊന്നും അധികമില്ലാതെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. BJP-യെ വീണ്ടും അധികാരത്തിൽ എത്തിക്കാതിരിക്കാനുള്ള എന്ത് രാഷ്ട്രീയ തന്ത്രവും പയറ്റുന്നതിന്റെ ഭാഗമായി തന്നെയാണ് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ട് എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ ഇടതുമുന്നണി ഇങ്ങനെ ചിട്ടയോടെയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതെങ്കിലും സാധ്യതയിൽ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നതിൽ ഒരു തൂക്ക് മന്ത്രിസഭയാണ് നിലവിൽ വരുന്നതെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം നിർണായകമാകണം എന്നുള്ള കണക്കുകൂട്ടൽ തീർച്ചയായും ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കേരളത്തിലെ സാഹചര്യം പറയുകയാണെങ്കിൽ ഇടതുമുന്നണിക്ക് വ്യക്തവും സ്പഷ്ടവുമായ മറ്റൊരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. അത് എന്ന് പറയുന്നത് ഇടതുമുന്നണി ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്ന ശബരിമല വിഷയം തന്നെയാണ്. ആ ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് അല്ലെങ്കിൽ CPM സ്വീകരിച്ച നിലപാട് സർക്കാരിന് തിരിച്ചടിയായില്ല എന്ന് ഉറപ്പായിട്ടും ഉയർത്തി കാണിക്കാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ വിനിയോഗിക്കണം എന്ന കണക്കുകൂട്ടലും CPM-നും സർക്കാരിനുമുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കണം. സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്ന കോൺഗ്രസ് ആകട്ടെ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എത്താൻ കഴിയാതെ ഇങ്ങനെ അലഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഇന്നിപ്പോൾ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും അതുപോലെ തന്നെ പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒക്കെ തന്നെ ഇരുന്ന് കൂടി ആലോചിക്കുകയാണ് ആരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കണം, ആരൊക്കെ എവിടെയൊക്കെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യം. ഒരു ധാരണയും എത്താതെ കോൺഗ്രസ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ. കോട്ടയത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന് ആണ് എല്ലാവരും തന്നെ പറയുന്നത്. കാരണം ഇടതുമുന്നണി സിറ്റിംഗ് MPമാർക്കെല്ലാം അവസരം നൽകുന്നു, മാത്രമല്ല അവർ MLA-മാരെ ഇറക്കി പരീക്ഷിക്കുന്നു. അവർ വിജയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇടതുമുന്നണി അങ്ങനെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ മത്സരരംഗത്ത് ഇറങ്ങണമെന്നാണ് അണികൾ പറയുന്നത്. ഉമ്മൻചാണ്ടി കോട്ടയത്തും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിലും മത്സരിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസിനുള്ളിൽ ഏറ്റവും ശക്തമാകുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഒന്നും തന്നെ ഇതുവരെയും ഒരു തീരുമാനവുമായില്ല. ഏതായാലും മുതിർന്ന നേതാക്കളെയൊക്കെ രാഹുൽ ഗാന്ധിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. 2 ദിവസത്തിനകം തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അതിനിടയിൽ മുസ്ലിം ലീഗ് അവരുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ വരാനുള്ളൂ. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറും മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ലീഗിൽ ധാരണയായി കഴിഞ്ഞു. അങ്ങനെ UDF-ൽ മുസ്ലിം ലീഗ് ഒരുപടി മുന്നിലേക്ക് കടന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ശശി തരൂർ അദ്ദേഹത്തിന്റെ പ്രചരണം തുടങ്ങി കഴിയുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ മറ്റു മണ്ഡലങ്ങളിൽ ആരെയൊക്കെ മത്സരിപ്പിക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഇനിയും തീരുമാനം ആകാനായിട്ടില്ല. അവർക്ക് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് തീർച്ചയായിട്ടും ഈ സുവർണ അവസരം അല്ലെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ മേൽക്കൈ ഉണ്ട് എന്ന് പറയപ്പെട്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അങ്ങനെ ഇഷ്ടമുള്ള സമയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പ്രചരണം തുടങ്ങിയാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളൊക്കെ ജയിക്കും എന്നുള്ള ധാരണ കോൺഗ്രസ് നേതാക്കൾ ദയവ് ചെയ്ത് വെച്ച് പുലർത്തരുത്. കാരണം ഇടതുമുന്നണി വളരെ ആസൂത്രണമായ സ്ഥാനാർത്ഥി നിർണയവും വളരെ അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് മണ്ണും ചാരി നിന്നാൽ ജയിച്ചു കയറാമെന്ന കോൺഗ്രസിന്റെ വ്യാമോഹം വിലപ്പോവില്ല.